ആണവധാരണയ്ക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം എന്ന മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്ക. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം കുറിച്ചത്. നേരത്തെ ആണവധാരണയ്ക്ക് ഇറാൻ തയ്യാറാകാതിരിക്കുകയും ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹമർ സൈനിക നീക്കം ഇറാന് പ്രത്യാഘാതമാവുകയും ചെയ്തിരുന്നു. വിരളമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇറാനുമേൽ താക്കീത്, മുന്നറിയിപ്പ് കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ് അമേരിക്ക, അല്ലേ? തീർച്ചയായും സുരേഷ്, ഇറാനുമേൽ കൂടുതൽ കർശനമായ മുന്നറിയിപ്പ് തന്നെയാണ്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിന്റെ ഗൗരവം കൃത്യമായി ബോധ്യപ്പെടുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് തൊട്ടു മുമ്പ് ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുകയും ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിലൂടെ അതിശക്തമായ ഒരു പിന്തുണ നൽകുകയുമാണ് ചെയ്തത്. ഇസ്രായേൽ അമേരിക്ക ആക്രമണമാണ് അന്ന് ഇറാനെതിരെ നടന്നത്. ഇന്ന് അതേ കക്ഷികൾ തന്നെയാണ് ഈ ചർച്ചകളിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ചർച്ച ഇന്നലെ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്. ഈ കൂടിക്കാഴ്ചയിലും സമാധാനപരമായ രീതിയിൽ ആണവധാരണയ്ക്ക് ഇറാൻ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും അല്ലെങ്കിൽ അതിന്റെ ഗുരുതര ആഘാതം അവർ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നും ട്രംപ് ആവർത്തിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം പറയുന്നത്, ഈ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പറയുന്ന രീതിയിൽ അന്ന് നടന്ന ആക്രമണത്തിന്റെ അല്ലെങ്കിൽ സൈനിക നടപടിയുടെ പ്രത്യാഘാതങ്ങൾ ഏൽക്കാനുള്ള അതിനുശേഷമുള്ള പ്രത്യാഘാതങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആഘാതം നിലവിൽ ഇറാനെ ഉണ്ടായേക്കുമെന്ന ഒരു മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നലെയാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇതേ സംഭവത്തിൽ തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഗാസയെ സംബന്ധിച്ചും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സമാധാനം സംബന്ധിച്ചും പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തുടരുന്നത് സംബന്ധിച്ചുമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.